എന്റെ ലൈഫില് ഇത്രയും ദിവസം കൊണ്ടാണെങ്കിൽ പോലും ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. എനിക്കത് പറയാൻ പറ്റുന്നില്ല. ഭയങ്കര ഇങ്ങനെ എന്റെ മനസ്സിൽ ഇങ്ങനെ തുളുമ്പി നിൽക്കുന്ന പോലെ എനർജറ്റിക് ആണ്. ഇന്ന് വൈകുന്നേരം തന്നെ ഹസ്ബൻഡ് എന്റെ അടുത്ത് പറഞ്ഞു, എന്നെ കുറിച്ച് ആദ്യമായിട്ട് ഒരു പോസിറ്റീവ് വേർഡ് പുള്ളിക്കാരന്റെ വായിന്ന് വരുന്നത്. ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ്, പക്ഷെ ഞാൻ ഫുൾ എനർജിയാണ്. എനിക്കല്ലെങ്കിൽ തലവേദനയാണ്, ക്ഷീണമാണ്, ഒന്നും ഞാൻ ചെയ്യില്ല. ഫുൾ ഡേ റെസ്റ്റ് ആണ്. എണീറ്റാലും അവിടെ ഇവിടെ കുത്തിയിരിക്കുള്ളൂ. പക്ഷെ ഇപ്പൊ എനിക്ക് ആ മടി നല്ലോണം മാറി. പിന്നെ മൈൻഡ് ക്ലിൻസിങ് നെറ്റ്വർക്ക് എഴുതി കഴിഞ്ഞപ്പോണ്ടല്ലോ നമ്മളിങ്ങനെ പറന്ന് നടക്കുന്ന ഒരു ഫീലില്ലേ, അതാണ്. ഒരു ഭയങ്കര എനർജറ്റിക്കും ആണ്. ഡ്യൂട്ടിക്ക് പോയാൽ തന്നെ നമ്മള് ശരിക്കും ഞാൻ പറയുന്നതാണ്, ജൂനിയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ എടാ അതൊന്ന് ചെയ്യുവോ, ഒന്നത് ചെയ്യുവോടാ. പിള്ളേര് സ്റ്റുഡൻസിനൊക്കെ കണ്ടാൽ നമുക്ക് ഭയങ്കര ഇതാണ്, ഒരിച്ചിരി മടി പിടിച്ചോടെ ഇരിക്കും. പക്ഷെ ഇപ്പൊ അതില്ല പ്രശ്നം. അന്ന് ഫസ്റ്റ് സെക്കൻഡ് ഡേ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കിത് ഫീൽ ചെയ്തു. എനിക്കെന്താ ചെയ്യാനുള്ളത്, എന്റെ കണ്ണ് നിറഞ്ഞു വരുന്നില്ല ശരിക്കും കേട്ടോ. ഞാൻ എണീറ്റ് പോകുന്നു, ചെയ്യുന്നു. നൈറ്റ് ഒക്കെ ആണേലും ഡേ ആണേലും ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ പോലും ഒരു 1:30 ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നല്ല വെയിലാ. 3.5 hour ജേർണി ഉണ്ട് എനിക്ക് വീട്ടിലെത്താൻ. നല്ല വെയിലത്താണ്. ബസ്സിന്റെ സൈഡിൽ ലേഡീസ് സീറ്റിലായിരിക്കും എപ്പം വെയിലും. ശരി വരുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര തലവേദനയാണ്, ക്ഷീണാണ്. ഞാൻ ഫുൾ ഡേ അന്ന് എനിക്കൊന്നും ഞാൻ ചെയ്യൂല. എന്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാണ്, എനിക്ക് ക്ഷീണമാണ്, ഞാനൊന്നും ചെയ്യൂല. പക്ഷെ 2 ദിവസമായിട്ട് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നു, എനിക്ക് അമ്മേനെ എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് ആ തലവേദന എനിക്ക് വന്നിട്ടേ ഇല്ല. എന്റെ ഹസ്ബൻഡ് ഇന്നത് പറഞ്ഞു പോസിറ്റീവായിട്ട്. മുഖത്തതിന്റെ വ്യത്യാസം വെച്ചാൽ എന്റെ ഒരു ചലഞ്ച് 3.5 ലിറ്റർ പെർ ഡേ വാട്ടറിന്റെയൊക്കെയാണ് പറഞ്ഞിരുന്നത്. എന്നോട് പറഞ്ഞു നൈറ്റ് കഴിഞ്ഞ് വന്നിട്ട് ആ കണ്ണിന്റെ താഴെയൊക്കെ അറക്കപ്പും ഇല്ല, ഒരു ക്ഷീണോ ഇല്ല, സ്കിന്നൊക്കെ ഭയങ്കര ഇതാന്ന് പറഞ്ഞു കേട്ടോ. അത് എനിക്ക് ഭയങ്കര, എനിക്കറിയില്ല പുള്ളിക്കാരനെ കുറിച്ച് ഒരു ഇത് പറയുന്ന ആദ്യമായിട്ടാണ്. അതിന് ഞാൻ എല്ലാവരും എന്റെ ഗ്രൂപ്പിൽ എല്ലാവരോടും ചേച്ചീനോടും താങ്ക് യു സോ മച്ച്. താങ്ക് യു കാർത്തിക, താങ്ക് യു. ആ വേർഡ്സിലുണ്ടല്ലേ ആ ഒരു എന്താണ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ കാർത്തിക. എനിക്കും സത്യമായിട്ടും എനിക്കും വന്നത് അത് കേട്ടപ്പോ കാർത്തികയുടെ ആ ഒരു ഫീലിംഗ്. യെസ്. തെയ്യത്തിന് പോയേക്കാണ്. അമ്പലത്തിൽ ഉത്സവം സ്റ്റാർട്ടിംഗ് ആണ്, ഗാനമേളയാണ്. ഞാൻ എല്ലാരെയും കൊണ്ടുവിട്ടു, അമ്മേനെ കൊണ്ടുവിട്ടു, പിന്നെ മക്കളെ കൊണ്ടുവിട്ടു സ്കൂട്ടിക്ക്. ഹസ്ബൻഡ് ഇപ്പൊ പോയി. ഇവിടെ ഞാൻ തന്നെയാണ്. ഞാൻ ഫുൾ മൂഡിലാണ്, ഫുൾ എനർജി. അത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചെല്ലുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂപ്പർ. അതാണ് എങ്ങനെ ചേച്ചി എങ്ങനെ എന്റെ അടുത്ത് എത്തിയെന്നോ, എങ്ങനെ എനിക്ക് ഇതിനകത്ത് കൂടാൻ തോന്നിയതോ ഒന്ന് എനിക്ക് പിടിച്ച കിടന്ന. ഞാൻ ശരിക്കും മേഡം, ശ്രീജ മേഡം എന്നൊക്കെ പറഞ്ഞാൽ എന്റെ പരിഹാരം വെച്ചാൽ മേഡം ഒരു പോസിറ്റീവ് വൈബുള്ള ആളാണ്. ശരിക്കും മേഡത്തിനെ കാണുമ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ്. അങ്ങനെ ഒരാള് ഇങ്ങനെ ഒരു ഇത് കോഴ്സിന് വന്നിട്ട് മേഡത്തിന് എന്താ കിട്ടുന്നതെന്ന് അറിയാൻ എനിക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു. ഫസ്റ്റ് ആ ഒരു കാര്യം കൂടി ഞാൻ ഇതിനകത്ത് ചേരാൻ മെയിൻ ഒരു കാരണം. പിന്നെ നീരജ എല്ലാം ഉണ്ടാണ്. നീരജന്റെ റിവ്യൂ ഞാൻ കേട്ടു.